പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, വർഷം ഞാൻ ഓർക്കുന്നില്ല ഇതുപോലൊരു സന്ധ്യയ്ക്ക് ഈ ദേവാലയത്തിൽ വന്ന് സന്ധ്യാനമസ്കാരവും വചന ശുശ്രൂഷയും നടത്തി റാസ നടത്തുകയും പിറ്റേ ദിവസം മറ്റേ പള്ളിയിൽ വിശുദ്ധ കുർബാന ചൊല്ലുകയും ചെയ്തു. ഒരിക്കൽ കൂടി വരുവാനിടയായതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. കുഞ്ഞുവാനച്ചനോട് ദീർഘകാലത്തെ ഒരു സാഹോദര്യ ബന്ധമാണ്. അത് ഒരു 35-40 വർഷത്തെ ഒരടുപ്പമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്പം കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാനത് സൂക്ഷിക്കണം. മിക്കവാറും നിലയ്ക്കൽ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരുടെ കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഇടവക ഇതുപോലെ ഒരു ക്രമീകരണം ചെയ്തതിൽ രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് നമസ്കരിക്കാനും ഒന്നിച്ച് തിരുവചനം പഠിക്കാനും ഒന്നിച്ച് കാര്യങ്ങൾ നടത്താനും നമ്മുടെ ഐക്യവും സാഹോദര്യവും കുറെ കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ ഇതൊരു നല്ല മുഖാന്തരമായി ഞാൻ കാണുന്നു. അച്ഛൻ പറഞ്ഞ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, വർഷം ഞാൻ ഓർക്കുന്നില്ല ഇതുപോലൊരു സന്ധ്യയ്ക്ക് ഈ ദേവാലയത്തിൽ വന്ന് സന്ധ്യാനമസ്കാരവും വചന ശുശ്രൂഷയും നടത്തി റാസ നടത്തുകയും പിറ്റേ ദിവസം മറ്റേ പള്ളിയിൽ വിശുദ്ധ കുർബാന ചൊല്ലുകയും ചെയ്തു. ഒരിക്കൽ കൂടി വരുവാനിടയായതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. കുഞ്ഞുവാനച്ചനോട് ദീർഘകാലത്തെ ഒരു സാഹോദര്യ ബന്ധമാണ്. അത് ഒരു 35-40 വർഷത്തെ ഒരടുപ്പമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്പം കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാനത് സൂക്ഷിക്കണം. മിക്കവാറും നിലയ്ക്കൽ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരുടെ കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഇടവക ഇതുപോലെ ഒരു ക്രമീകരണം ചെയ്തതിൽ രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് നമസ്കരിക്കാനും ഒന്നിച്ച് തിരുവചനം പഠിക്കാനും ഒന്നിച്ച് കാര്യങ്ങൾ നടത്താനും നമ്മുടെ ഐക്യവും സാഹോദര്യവും കുറെ കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ ഇതൊരു നല്ല മുഖാന്തരമായി ഞാൻ കാണുന്നു. അച്ഛൻ പറഞ്ഞ